വിദ്യാർത്ഥികൾക്കെതിരെ മർദ്ദനം അഴിച്ചുവിടുന്നു, അതോടൊപ്പം തന്നെ സ്ത്രീകളെ അടക്കമുള്ളവരെ മർദ്ദിക്കുന്നുവെന്ന് CJP നേതാക്കൾ വലിയ രീതിയിൽ തന്നെ പരാതികൾ ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അതിക്രമത്തിലേക്കെല്ലാം പോലീസ് കടക്കുന്നതായി ഇപ്പോൾ CJP നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും മാസങ്ങളായി തന്നെ 2-3 ആഴ്ചകളായി തന്നെ CJP നേതാക്കൾ സമരം ചെയ്തു വന്നിരുന്ന ആ സമരപന്തലാണ് ഇപ്പോൾ പൊളിച്ചു നിൽക്കുന്നത്. ഇന്ന് അവിടെ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ആ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ ഈ നടപടിയിലേക്കെല്ലാം പോലീസ് കടന്നിരിക്കുന്നത്. അതിനിടയിൽ തന്നെ ഈ പല വാർത്തകളും വരുന്നുണ്ട്. 50-ലധികം വിദ്യാർത്ഥികൾക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട് എന്നും CJP നേതാക്കൾ വ്യക്തമാക്കുന്നു. CJP നേതാക്കൾ പറയുന്നു തങ്ങളുടെ നേതാവായ അഭിജിത്ത് DK നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇപ്പോൾ ചെറിയ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ടെന്നല്ല CJP നേതാക്കൾ വ്യക്തമാക്കുന്നു. എന്തായാലും കൃത്യമായ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിലെ വരാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും വലിയ സംഘർഷം തന്നെയാണ് അവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികൾ ഈ സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഈ അറസ്റ്റ് എല്ലാം ഉണ്ടാകുമ്പോഴും പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. ഡൽഹിയുടെ വിവിധ മേഖലയിൽ നിന്നും വലിയ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ഈ സമരപന്തലിന് സമീപം എത്തുകയാണ്. അതിനെ നിയന്ത്രിക്കാനും കൂടുതൽ സുരക്ഷ ഒരുക്കുവാനും അവിടെ കൂടുതൽ പോലീസ് സേനയും ഇപ്പോൾ ഡൽഹി പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നെങ്കിലും വിദ്യാർത്ഥികൾ പിന്നോട്ടില്ല. വിദ്യാർത്ഥികളുടെ തുടക്കം മുതലുള്ള ആവശ്യമായിരുന്നു ഈ കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിയില്ലാതെ പിന്നോട്ട് പോകില്ലെന്ന് തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചെങ്കിലും ഈ സംഘർഷ സമയത്തും അവർ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയില്ലാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. അത് നാം കണ്ടതാണ്. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും മാറ്റിയിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും അവിടുത്തെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ല, സമരത്തിൻ്റെ ആവേശത്തിൽ കുറവുണ്ടായിട്ടില്ല. അവിടെ സമരം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഇരട്ടി പങ്കാളിത്തത്തോടു കൂടിയായിരുന്നു അന്ന് സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റോടുകൂടി സംഭവവികാസങ്ങളെല്ലാം നാം കണ്ടതാണ്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിൽ സംഘർഷമുണ്ടായിട്ടും കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വരവിനെ തടയാനായി മെട്രോ അടക്കമുള്ളവ രാവിലെ മുതൽ തന്നെ അവിടെ ഡൽഹിക്ക് ഈ സമരത്തിന് ജന്തർ മന്ദിറിന് സമീപമുള്ള മെട്രോ സ്റ്റേഷനുകൾ പൂർണ്ണമായി അടച്ചിട്ടും വിദ്യാർത്ഥികൾ അവിടെ എത്തുകയാണ്. സ്ത്രീകളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം അവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഈ സമരം കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കാരണം ഓരോ നിമിഷവും കൂടുതൽ വിദ്യാർത്ഥികൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല നേതാക്കളുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഈ സമരങ്ങളുമായി മുന്നോട്ട് സമരം ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ളതിന് സർക്കാർ അവരെ ലാത്തിയിലൂടെ മർദ്ദനത്തിലൂടെയാണ് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്ന ഒരു വലിയ വിമർശനവും നിലവിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും സമരം ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഡൽഹി പോലീസ് ലക്ഷ്യമിടുന്നത് ഈ സമരത്തെ പൂർണ്ണമായി തന്നെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തിൽ ഈ സമരപ്പന്തൽ തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.